ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെ നമുക്ക് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫോണിൽ എത്ര സ്പേസ് ബാക്കിയുണ്ട് എന്നുള്ളതൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ സെർച്ച് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റോറേജ് എന്നുള്ളത് സെർച്ച് ചെയ്യുക. സ്റ്റോറേജ് എന്നുള്ളത് സെർച്ച് ചെയ്യുമ്പോൾ സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. പിന്നെ ബ്രാൻഡുകൾക്ക് അനുസരിച്ചിട്ട് ഈ ഒരു ഓപ്ഷൻ പല സ്ഥലങ്ങളിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റോറേജ് എന്നുള്ളത് സെർച്ച് ചെയ്യുന്നതാണ്. എന്തായാലും സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സ്റ്റോറേജ് എത്രയാണ് എന്നുള്ളതൊക്കെ ഇവിടെ കാണിക്കുന്നതായിരിക്കും. ബ്രാൻഡുകൾക്ക് അനുസരിച്ചിട്ട് ഈ ഒരു പേജിൻ്റെ കാര്യത്തിലൊക്കെ മാറ്റം വരുന്നതായിരിക്കും. എന്തായാലും ഇവിടെ നമുക്ക് സ്റ്റോറേജ് കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം എൻ്റെ കേസിൽ 128 GB 117 GB യൂസ് ആയിട്ടുണ്ട്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ എങ്ങനെയൊക്കെയാണ് സ്റ്റോറേജ് പോയത് എന്നുള്ളത് നമുക്കിവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ആപ്പുകൾക്ക് എത്ര സ്റ്റോറേജ് പോയിട്ടുണ്ട്, ഇമേജസിൻ്റെ എത്ര സ്റ്റോറേജ് ആണ്, ഓഡിയോക്ക് എത്ര സ്റ്റോറേജ് ആണ്, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഫയൽസ് ആപ്ലിക്കേഷൻ മിക്ക ആൻഡ്രോയിഡ് ഫോൺസിലും ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ടാവും. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്താൽ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ എത്ര ബാക്കിയുണ്ട് എന്നുള്ളതൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി വേറെ സ്റ്റോറേജ് ആണെന്നുണ്ടെങ്കിൽ അതർ സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്തിട്ട് മെമ്മറി കാർഡ്സ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻഡ്രോയിഡ് ഫോൺസിൽ സ്റ്റോറേജ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.